ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു UK ട്രാവൽ ബൈ പ്രിൻസൺ പാലാട്ടി. അങ്ങനെ നമ്മൾ ജബൽപൂർ എയർപോർട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലോട്ട് നമ്മൾ പോകുന്നതിന് വേണ്ടിയിട്ട് ലാഡറിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളെ കാത്ത് ബസ്സുന്നുണ്ട്. ബസ്സിൽ നിന്ന് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ടെർമിനൽ, ഒരു ടെർമിനൽ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ടെർമിനലിലോട്ട് നമ്മൾ പോവുകയാണ്. ചെറിയ എയർപോർട്ടാണെങ്കിലും വളരെ വൃത്തിയും മനോഹരമായ ഒരു എയർപോർട്ട്, പച്ചപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നല്ല അടിപൊളി ഒരു എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഭിഷേകും ആശിഷും വന്നിട്ടുണ്ട്. അതായത് എൻ്റെ അങ്കിളുടെ ആൻറ്റിയുടെയും മക്കളാണ്. അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്കിളും ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി മധ്യപ്രദേശിൻ്റെ മധ്യഭാഗത്ത് കൂടി ഇനി യാത്ര ചെയ്ത് കുറച്ച് ദൂരം പോകണം, കാറിൽ പോകണം നമുക്ക് അവരുടെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ യാത്രയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ടൗണിലെ തിരക്കും വഴിയോര കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ പതുക്കെ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് എയർപോർട്ട്. ഇതൊരു എയർപോർട്ടിൻ്റെ ഉൾഭാഗം. നമ്മൾ വന്നിറങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങാം, ബാഗ് കളക്ട് ചെയ്യുക, പുറത്തിറങ്ങുക. അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതായത് ഇന്ത്യൻ കോഫി ഹൗസ്. ഇത് ചരിത്രത്തിൽ പ്രാധാന്യം നേടിയിട്ടുള്ളൊരു കോഫി ഹൗസാണ്. അതായത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഷോപ്പാണിത്. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള, അതായത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് നമ്മൾ ഇന്നും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ത്യൻ കോഫി ഹൗസ് ഏറ്റവും ആദ്യം തുടങ്ങിയത് ഇവിടെയാണ്. പിന്നീടാണ് ഇവിടുന്ന് പല രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്ക് ഇത് സ്പ്രെഡ് ചെയ്തത്. ഇപ്പോൾ മധ്യപ്രദേശിൽ തന്നെ പല ഇന്ത്യൻ കോഫി ഹൗസുകളിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. കാരണം നമ്മുടെ കേരള ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, അതായത് നാട്ടിലെ പല സ്ഥലങ്ങളിൽ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കഴിച്ച ഫുഡ് വളരെ ടേസ്റ്റി ആയിരുന്നു. അത് പ്രത്യേകം പറയണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി വാഹനങ്ങൾ. പിന്നെ ഇവിടെ ഒരു ആഘോഷം നടക്കുവാണ്, അതായത് ഗണേശ പൂജ അങ്ങനെ എന്തോ പറഞ്ഞൊരു ആഘോഷം നടക്കുന്ന ടൈമിലാണ് ഞങ്ങളവിടെ സന്ദർശിച്ചത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. എല്ലാ ഷോപ്പുകളിലും ഇതുപോലെ ഗണേശന്മാരെയൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഞാൻ പറഞ്ഞല്ലോ യാത്രയുണ്ട്. അപ്പോൾ യാത്രയിൽ വഴിയോരത്ത് കാണുന്ന കാഴ്ചകളും കണ്ട് നമുക്ക് കണ്ട് ഇങ്ങ് പോകാം. അപ്പോൾ എല്ലാം പുതിയ കാഴ്ചകളായതുകൊണ്ട് നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് ഞാൻ ക്യാമറ എടുത്ത് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അതും നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒത്തിരി ഫാമിംഗ് ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ കുറേ ഇമ്പോർട്ടായിരിക്കും, എങ്കിലും ഒത്തിരി ഫാമിംഗ് ഉള്ളതുകൊണ്ട് ഫ്രഷ് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ എന്തൊക്കെയും കിട്ടുമോ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഈ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് വളരെ ഫ്രഷായിട്ട് അല്ലെങ്കിൽ ചീപ്പായിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. കൂടുതലും നമുക്ക് പറയാമല്ലോ, ഈ ലീവ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മല്ലിയില, അങ്ങനെയുള്ള ഇലകളും ചീര, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. മെയിനായിട്ട് ഇവിടുത്തെ ഐറ്റംസ് പച്ചക്കറിയാണല്ലോ. അപ്പോൾ പച്ചക്കറിയുടെ എന്ത് സാധനമുണ്ടോ അതൊക്കെ ഇവിടെ കിട്ടും, ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫ്രഷായിട്ടുള്ള സാധനം വെച്ചിട്ടുള്ള വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യണം. അതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു ആഗ്രഹം. ഒത്തിരി വെറൈറ്റി ഫുഡ്. നമ്മൾ കേരള ഫുഡ് ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഫുഡുകൾ എന്താണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഈ നാട്ടിൽ വന്ന് അങ്ങനെ വെറൈറ്റി കുറേ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും അതൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്, അങ്കിൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നാൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയെങ്കിലോ എന്ന്. അപ്പോൾ ഞങ്ങൾ അങ്കിളോട് പറഞ്ഞു. അപ്പോൾ അങ്കിള് ഫ്രൂട്ട്സ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഷോപ്പിൽ നിർത്തിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിൻ്റെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫ്രൂട്ട്സ്, ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്. മാംഗോ, പിന്നെ പേരയ്ക്ക, ആപ്പിള്, പ്ലം, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. എന്തായാലും ഞങ്ങൾ പേരയ്ക്ക എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി അത് അവിടെ നിന്ന് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാനായിട്ട് എടുത്തോട്ടോ. എന്തായാലും മറ്റൊരു കാഴ്ചയും കൂടി ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. കാരണം റോഡുകൾ വളരെ മനോഹരമാണ്. നല്ല ടാറിങ് കാര്യങ്ങളൊക്കെ ഉള്ള റോഡുകളാണ്.
പക്ഷേ റോഡുകളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പശുക്കളെ കാണാൻ സാധിക്കും. കാരണം നമുക്കറിയാമല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെയും പശുക്കളൊക്കെയും വളരെ പ്രാധാന്യത്തോടു കൂടി വളർത്തുന്ന ഒരു മൃഗമാണ്. ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു മൃഗം കൂടിയാണ് അവിടെ. അതുകൊണ്ട് പശുവിനെ ആരും ഒന്നും ചെയ്യത്തില്ല. അവളെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു മൃഗമാണ് പശു. അതുകൊണ്ട് റോട്ടിലും പരിസരത്തൊക്കെ എവിടെ ചെന്നാലും നമുക്ക് പശുക്കളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോകളിൽ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിക്കാം. ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. നിങ്ങൾ അപ്പോൾ ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സെർച്ച് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.